ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്ലീറ്റഡ് സ്കേർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 ഇതിൻ്റെ ക്രോപ്പ് ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അത് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ വീഡിയോ ഒന്ന് കൊണ്ടുപോക്കാം. അപ്പോൾ ഈ സ്കേർട്ട് തയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത്. ഈ സാരി 6 മീറ്ററാണുള്ളത്. ഇതിൽ 2.5 മീറ്റർ ഞാൻ ഷോളിനായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, ധാവണി പോലെ ഉടുക്കാനായിട്ട്. ബാക്കി 3.5 മീറ്ററാണ് ഞാൻ ഇവിടെ സ്കേർട്ടിനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതുപോലെ 4ആയിട്ട് മടക്കിയതിന് ശേഷം നീളം അളന്ന് കൊടുക്കാം. നീളം എനിക്ക് ടോട്ടൽ 40 ഇഞ്ചാണ് ആവശ്യം. അതിൽ ഞാൻ 38 ഇഞ്ചും 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് ആഡ് ചെയ്ത് 39 ഇഞ്ചാണ് മടക്കിയെടുത്തിട്ടുള്ളത്. ബാക്കി 2 ഇഞ്ച് നമുക്ക് ബെൽറ്റിനായിട്ട് എടുക്കാം. ഇനി നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്യാം. നമ്മുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് വേണം ബെൽറ്റിൻ്റെ നീളം എടുക്കാനായിട്ട്. ബെൽറ്റിൻ്റെ വീതി എടുക്കുന്നത് 2 ഇഞ്ചാണ് ഞാൻ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടി നമ്മൾ എടുക്കും. ഇപ്പോൾ 2 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച് എടുക്കും. 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര പ്ലേറ്റാണ് എടുക്കേണ്ടതെന്നും എത്ര ഇഞ്ചാണ് പ്ലേറ്റിൻ്റെ അകത്തോട്ട് കയറ്റേണ്ടതെന്നൊക്കെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഫാബ്രിക്കിൻ്റെ ലെങ്ത് ഇഞ്ചിലോട്ട് മാറ്റണം. 3.5 മീറ്റർ ആണെങ്കിൽ എനിക്കിവിടെ 137 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്ലേറ്റ് കിട്ടണമെങ്കിൽ ഒരു 4 മീറ്റർ, ഒരു പാവാടയ്ക്ക് 4 മീറ്ററോളം തുണി വേണം. പക്ഷേ ഇവിടെ എനിക്ക് 3.5 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ നോക്കാം. ഇത് എങ്ങനെയാണ് ഇഞ്ചിലോട്ട് മാറ്റുന്നതെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എത്ര മീറ്റർ തുണിയുണ്ട് അതിൻ്റെ ഇഞ്ച് എത്രയാണെന്ന് അറിയാൻ പറ്റും. കാൽക്കുലേഷൻ നോക്കുന്നത് നമ്മൾ എത്രയാണ് ഇനി പ്ലേറ്റിൻ്റെ അകത്തോട്ട് തുണി കയറ്റുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ലെങ്ത്, നമുക്ക് എത്ര നീളമാണോ കിട്ടിയ ഫാബ്രിക്കിൻ്റെ ലെങ്ത് എത്ര ഇഞ്ച്, അത് 137 ഇഞ്ച്. അതിൽ നിന്നും നമ്മൾ എത്ര മീറ്റർ ആണ് ഉള്ളത്. ഇപ്പം 137 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 3.5 മീറ്റർ, അത് മൈനസ് ചെയ്ത് നോക്കുക. അടുത്ത വേസ്റ്റ് റൗണ്ട് നോക്കാം. വേസ്റ്റ് റൗണ്ട് ഇവിടെ എനിക്ക് 30 ഇഞ്ചാണ് ആവശ്യം. നിങ്ങൾക്ക് നീളവും വീതിയും എല്ലാം നിങ്ങളുടെ അളവ് അനുസരിച്ച് ഇത് എടുക്കാവുന്നതാണ്. ബാക്കി കാൽക്കുലേഷൻ എല്ലാം ഇതേ സെയിം ആണ്. ഇനി നമ്മൾ തുണി എത്രയാണ് അകത്തേക്ക് കയറ്റുന്നത്, ഇൻടേക്ക് അകത്തേട്ട് എത്രയാണ് കയറ്റുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഫാബ്രിക് ലെങ്തിൽ നിന്നും വേസ്റ്റ് റൗണ്ട് മൈനസ് ചെയ്തിട്ട് എത്ര പ്ലേറ്റ് ആണ്, നമ്പർ ഓഫ് പ്ലേറ്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് പ്ലേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ട് 30 ആണ്. അപ്പോൾ പ്ലേറ്റിന് നമ്മൾ എത്ര ആണോ സൈസ് കൊടുക്കുന്നത്, 1 ഇഞ്ച് ആണെങ്കിൽ 1 ഇഞ്ച്, 2 ഇഞ്ച് വേണമെങ്കിൽ 2 ഇഞ്ച് കൊടുക്കാം, 1.5 ആണെങ്കിൽ 1.5 കൊടുക്കാം. അതനുസരിച്ചാണ് നമ്മൾ നമ്പർ ഓഫ് പ്ലേറ്റ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം 30 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിൽ 1 ഇഞ്ച് വെച്ചാണ് പ്ലേറ്റ് കൊടുക്കുന്നതെങ്കിൽ 30 പ്ലേറ്റ് കിട്ടും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 35 വേസ്റ്റ് റൗണ്ടെങ്കിൽ നമ്മൾ 1 ഇഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 35 പ്ലേറ്റ് നമുക്ക് കിട്ടും. ഇത് 1 ഇഞ്ച് പ്ലേറ്റിൻ്റെ വീതി നമ്മൾ 1 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ. ഇനി 2 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കും? ഈ 30 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിന് 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 15 പ്ലേറ്റ് കിട്ടും. 35 ആണെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതാണ് പ്ലേറ്റിൻ്റെ എണ്ണം. അതുപോലെ 3 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെയും നോക്കാം. 1.5 ഇഞ്ചാണെങ്കിൽ ഇതുപോലെ നമുക്ക് നോക്കാം. എത്രയാണോ വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത് അതിന് പ്ലേറ്റിൻ്റെ വീതി എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പ്ലേറ്റിൻ്റെ എണ്ണം നമുക്ക് കിട്ടും. ഇവിടെ എനിക്ക് ഫാബ്രിക് ലെന്ത് 137 ഇഞ്ചാണ്, വേസ്റ്റ് റൗണ്ട് 30 ആണ്. അതുപോലെ പ്ലേറ്റ് 1 ഇഞ്ച് പ്ലേറ്റാണ് ഞാൻ കൊടുക്കുന്നതുകൊണ്ട് 30 പ്ലേറ്റ് എനിക്ക് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. 137 30 മൈനസ് ചെയ്യുമ്പോൾ 107/30. അപ്പോഴെനിക്കിവിടെ പ്ലേറ്റിൻ്റെ ഇൻടേക്ക് കിട്ടിയിരിക്കുന്നത് 3.5 ഇഞ്ചാണ്. പ്ലേറ്റിൻ്റെ ഇൻടേക്ക്, അതായത് പ്ലേറ്റിനകത്തോട്ട് ഈ 3.5 ഇഞ്ചോളം തുണി നമ്മൾ അകത്തോട്ട് കയറ്റണം. എന്നാലേ പ്ലേറ്റ് നല്ല നീറ്റായിട്ട് മുകൾ തൊട്ട് താഴെ വരെ നല്ല നീറ്റായിട്ട് കിടക്കത്തുള്ളൂ. 4 മീറ്റർ തുണിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു 4-4.5 നമുക്ക് പ്ലേറ്റ് ഇൻടേക്ക് ചെയ്യാൻ കാണും. അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ തുണി എടുക്കുമ്പോൾ 4 മീറ്റർ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എങ്ങനെയാണ് പ്ലേറ്റ് അടയാളപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഫാബ്രിക് നമ്മുടെ എടുത്ത തുണി ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ആദ്യം 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, വീണ്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, വീണ്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലേറ്റിൻ്റെ ഇൻടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. പ്ലേറ്റിൻ്റെ ഇൻടേക്ക് എനിക്ക് ഇവിടെ 3.5 ഇഞ്ചാണ് കിട്ടിയത്, അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. വീണ്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, വീണ്ടും പ്ലേറ്റിൻ്റെ ഇൻടേക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് മൊത്തത്തിൽ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്നും
പ്ലീറ്റ് പിടിച്ച് 3.5 ഇഞ്ച് എവിടെയാണോ പ്ലീറ്റിൻ്റെ ഇൻടേക്ക് എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടേക്ക് വയ്ക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ പ്ലീറ്റ് എങ്ങനെയാണ് എടുത്തതെന്ന് മനസ്സിലാവും. ഇതുപോലെ നമുക്ക് മൊത്തത്തിലും നല്ല നീറ്റായിട്ട് തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഓരോ പ്ലീറ്റും താഴത്തേക്ക് ഇങ്ങോട്ട് കൈ വെച്ച് അമർത്തി നന്നായിട്ട് നമ്മൾ പ്ലീറ്റ് പിടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പ്ലീറ്റ് പിടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ ഞാൻ എല്ലായിടത്തും പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ് ഇതുപോലെ നന്നായിട്ട് നിവർത്തി ഓരോ പ്ലീറ്റും ഇതുപോലെ നിവർത്തി വെച്ച് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ പ്ലീറ്റ് പാവാട സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പ്ലീറ്റ് നന്നായിട്ട് കിടക്കത്തുള്ളൂ. ഇതുപോലെ നീറ്റായിട്ട് തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബെൽറ്റ് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് നോക്കാം. ബെൽറ്റ് വയ്ക്കാനായിട്ട് പാവാടയുടെ അകം വശത്താണ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അകം വശത്ത് ബെൽറ്റിൻ്റെ നല്ല ഭാഗം വെച്ച് ഇതുപോലെ നമ്മൾ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് പാവാടയുടെ നല്ല വശത്തേക്ക് അത് മറിച്ചിട്ട് അമർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് മുന്നായിട്ട് പാവാടയുടെ രണ്ട് സൈഡും ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് നൂലൊന്നും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡ് നമ്മളിതുപോലെ നീറ്റായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബെൽറ്റും കൂടെ അതിൻ്റെ കൂടെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. രണ്ട് സൈഡും ചെയ്തെടുക്കണം. ഇതുപോലെ നീറ്റായിട്ട് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് ബെൽറ്റ് നമ്മൾ അകത്തല്ല് വെച്ചത് അവിടെ നിന്ന് പുറത്തോട്ട് ഇതുപോലെ വെച്ച് അമർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ പ്ലീറ്റും കൂടെ ഇതുപോലെ നന്നായിട്ട് പിടിച്ച് വിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി പാവാടയുടെ ഹുക്ക് വയ്ക്കേണ്ട അത് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് നോക്കാം. പാവാടയുടെ ഇടത് ഭാഗത്താണ് ഹുക്ക് ഇടാനുള്ള ആ പാർട്ട് വയ്ക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഞാനൊരു 5 ഇഞ്ച് വീതിയിൽ തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 25 നീളത്തിലും 5 ഇഞ്ച് വീതിയിലും തുണി മുറിച്ചെടുത്തതിന് ശേഷം അത് മറിച്ചിട്ട് അതിൻ്റെ ചീത്ത വശത്തൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡിൽ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് നമുക്കതിനെ ഇതുപോലെ നിവർത്തിയെടുക്കാം. നിവർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയ പ്ലീറ്റ് സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുക. ചെറിയ കുഞ്ഞു പ്ലീറ്റ് ഇതുപോലെ കൈവച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ഇതുപോലെ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ അമർത്തി അടിച്ചെടുക്കുക. അമർത്തി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിന് പാവാടയിൽ തയ്ച്ച് കൊടുക്കാം. പാവാടയുടെ ഇടത് ഭാഗത്ത് പുറത്താണ് വയ്ക്കുന്നത്. ഇടത് ഭാഗത്ത് തുണിയുടെ നല്ല ഭാഗത്ത് ഇതുപോലെ 4 വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഹുക്ക് വയ്ക്കാനുള്ള ഹുക്ക് ഇടാനുള്ള പാർട്ട് ഇതുപോലെ 4 വശവും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഹുക്ക് വയ്ക്കുന്നത് പാവാടയുടെ വലത് ഭാഗത്താണ്. അതിൻ്റെ അകത്തായിട്ട് ഹുക്ക് വെച്ചെടുക്കുക. ഇനി പാവാടയുടെ സൈഡ് യോജിപ്പിച്ചെടുക്കാം. അതിനായിട്ട് പാവാട മറിച്ചിട്ടതിന് ശേഷം സൈഡിൽ കൂടെ ഇതുപോലെ രണ്ട് സൈഡും ചേർത്ത് വെച്ച് നമുക്ക് 2 സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ പാവാടയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. പാവാടയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്